നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കഴിഞ്ഞ 50 ദിവസമായി ജയിലിൽ കഴിയുകയാണ് CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു. അദ്ദേഹത്തിന് കടുത്ത പ്രമേഹമുണ്ട്. പ്രമേഹ രോഗബാധിതനാണ്. കാലുകളിൽ മരവിപ്പ് ബാധിച്ച അവസ്ഥയിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. മാത്രമല്ല, വിലങ്ങണിയിച്ച് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ IP ബിനുവിനെ എത്തിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനമാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മകൾ വീണ വിജയനെതിരെയും ഒക്കെ ഉയർന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ബിനു മുട്ടയെറിയുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയിലെ നേതാവിൻ്റെ മകൾക്ക് വേണ്ടിയുമൊക്കെ പോരാടിയ ഒരു വ്യക്തി, പാർട്ടി അംഗം, അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു അവസ്ഥയിലാണ്. അദ്ദേഹത്തെ കാണാൻ പോലും ആരും പോകുന്നില്ല എന്നതടക്കമുള്ള വിമർശനം ഒരു വശത്ത് ആകുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോഴിതാ മുൻ കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളും സർക്കാരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളതയെ പറ്റിയും ഇഴയടുപ്പത്തെ പറ്റിയുമൊക്കെ ഉപദേശിക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അന്തം കമ്മികളോടും കമ്മി മാധ്യമ പ്രവർത്തകരോടുമായി പറയട്ടെ, ഈ ചിത്രത്തിൽ കാണുന്ന തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി ഗുണ്ടയടക്കമുള്ള 10-20 എണ്ണം കഴിഞ്ഞ 46 ദിവസമായി ജയിലിലാണ്. വിജയന്റെ പാർട്ടി മെമ്പർ പോലുമല്ലാത്ത മകൾ ഒരു വിവാദ വ്യവസായിയുടെ കയ്യിൽ നിന്ന് അവിഹിതമായി പണം കൈപ്പറ്റിയതിന് ED ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ഇഷ്ടിക എറിഞ്ഞ് ED ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇവർ ജയിലിൽ കഴിയുന്നത്. ഈ വ്യവസായി അടക്കമുള്ള പലരിൽ നിന്നും ഇഷ്ടം പോലെ പണം സമ്പാദിച്ച വീണ നല്ല ഭക്ഷണവും വിശ്രവും ഒക്കെയായി സുഖജീവിതം നയിക്കുമ്പോൾ ജയിലിലെ ഭക്ഷണം കഴിക്കേണ്ടി വരികയാണ് പാർട്ടി പ്രവർത്തകർക്ക്. എന്തിനു വേണ്ടിയാണ് ജയിലിൽ പോയതെന്ന് പോലും ഈ അക്രമി കൂട്ടത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പാർട്ടി ബന്ധത്തിന്റെ ഊഷ്മളതയെ പറ്റി ക്ലാസ് എടുക്കുന്ന ഈ മഹാത്മാക്കളോട് ചോദിക്കട്ടെ, വിജയന്റെ മോളുടെ പേരിൽ ജയിലിൽ പോയ ഈ പാർട്ടി പ്രവർത്തകരെ ഇതുവരെ ജയിലിൽ പോയി കാണാൻ പോളിറ്റ് ബ്യൂറോ മെമ്പറായ വിജയൻ തയ്യാറായിട്ടുണ്ടോ? വിജയന്റെ കീഴ്വായുവിന് വരെ വിളി കേൾക്കുന്ന ഗോവിന്ദൻ ഇതുവരെ ഇവരെ കാണാൻ പോയിട്ടുണ്ടോ? ഏതെങ്കിലും പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ഇവരെ കാണാൻ ഇതുവരെ പോയിട്ടുണ്ടോ? ആളെ കൊല്ലാൻ പറഞ്ഞു വിട്ടിട്ട് ജയിലിൽ കിടക്കുന്നവരെ തിരിഞ്ഞു നോക്കാത്ത നിങ്ങൾ ഞങ്ങളെ എന്തായാലും ഉപദേശിക്കാൻ വരണ്ട. ഈ ഉപദേശിക്കാൻ വരുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുണ്ട്: വർമ്മ സാറേ, അല്ലേൽ വേണ്ട, പോയി വിജയൻ മുതലാളിയോട് പറഞ്ഞു കൊടുത്താൽ മതിയാകും ഈ ഉപദേശമൊക്കെ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിമർശന ഫേസ്ബുക്ക് പോസ്റ്റ്. എന്തായാലും വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നമുക്കറിയാവുന്ന പോലെ തന്നെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് IP ബിനുവിനെ പിടികൂടണമെന്ന ആവശ്യം ശക്തമായത്. ഇയാൾ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. എന്നാൽ IP ബിനു ഗുണ്ട ആക്ട് കേസിലോ പിടിച്ചുപറി കേസിലോ സ്ത്രീ പീഡന കേസിലോ പ്രതിയല്ല, ഒരു രാഷ്ട്രീയ കേസിലെ പ്രതി മാത്രമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയായിരുന്നു CPM. പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടിയാണ് IP ബിനു അടക്കമുള്ളവർ കഴിഞ്ഞ 2 മാസമായി ജയിലിൽ കിടക്കുന്നത്. മാസപ്പടി വാങ്ങിയ വീണയെ സംരക്ഷിക്കാൻ ജയിലിൽ കിടക്കുന്ന സഖാക്കളെ പരിഹസിച്ച് യുവരാജ് ഗോകുൽ അടക്കം രംഗത്തെത്തിയിരുന്നു. നേരത്തെ വീണ വിജയന് വേണ്ടി പോരാടി ജയിലിൽ 50 ദിവസം പിന്നിടുന്ന IP ബിനു എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്, യുവരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വീണ സുഖമായി AC റൂമിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചുറങ്ങുന്നു എന്നും യുവരാജ് വിമർശിച്ചു. മാത്രമല്ല, IP ബിനുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഹരി തമ്പായി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്ക് നോക്കാം. കഥ: തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവിധ ഗുണ്ടാ വർക്കുകളും ചെയ്തു കൊടുത്ത് നടന്നിരുന്ന വലിയ ആളായിരുന്നു IP ബിനു. ബിനു അറിയാതെ തിരുവനന്തപുരത്ത് ഒരു ഇല പറക്കില്ല, മണൽ തെരി അനങ്ങില്ല. എന്തും ഏതും ബിനു അറിയും, ബിനു തീർപ്പാക്കും. അങ്ങനെ ഇരിക്കെ പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി ശ്രദ്ധിക്കണം. പിണറായി വിജയന് വേണ്ടിയല്ല, പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി ഈ ബിനുവും ടീമും ED ഉദ്യോഗസ്ഥരെ തടഞ്ഞു, മർദ്ദിച്ചു, അവരുടെ വണ്ടിക്ക് നേരെ മുട്ടയെറിഞ്ഞു. കഥ കഴിഞ്ഞു. പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് കാലിന് ഗുരുതര പ്രശ്നങ്ങളുണ്ടെന്ന് കാണിച്ച് ബിനുവിനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന രംഗമാണ് എന്നും പറഞ്ഞാണ് പോസ്റ്റ്. ഇപ്പോഴെങ്കിലും ആലോചിച്ചാൽ മതിയേനും ഇതൊക്കെ ആർക്ക് വേണ്ടി, എന്തിന് വേണ്ടി അനുഭവിക്കുന്നുവെന്ന്. സത്യം പറഞ്ഞാൽ ഇവനോടൊക്കെ സഹതാപം തോന്നുന്നു. വിജയനും മകളും ഇപ്പോഴും നല്ല സുഖലോലുപരായി വീട്ടിലോ കുടുംബത്തോടൊപ്പം ഉറങ്ങുന്നു. IP ബിനുവോ? ഇനി അവനൊരു കാക്കയെ പോലും അറിയില്ല. പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബോംബെറിഞ്ഞതും വാരിക്കുന്തം കൊണ്ട് പോരാടിയതും ജയിലിൽ കിടന്ന കഥയും ഒക്കെ പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ ചീമുട്ട എറിഞ്ഞു ജയിലിൽ പോയ കഥ. 2026 മെയ്യിലാണ് ഈ സംഭവം നടന്നത്. ഹൈക്കോടതി അനുമതിയോടെ നടത്തിയ റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന ED സംഘത്തിന്റെ വാഹനങ്ങൾ തകർക്കുകയും ഉദ്യോഗസ്ഥരെ കല്ലെറിയുകയും ചെയ്യുകയായിരുന്നു. രാഷ്ട്രീയ ഗൂഢാലോചന ഭാഗമായാണ് ആക്രമണം നടന്നതെന്ന് ED കോടതിയിൽ വാദിച്ചു. എന്നാൽ പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് അക്രമത്തിന് കാരണമെന്നും ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് സ്ഥലത്തെത്തിയതെന്നും
പ്രതികൾ മൊഴി നൽകി. ED പോലെയുള്ള ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് നേരെയുണ്ടായ അക്രമം അതീവ ഗൗരവമുള്ളതാണെന്ന് കോടതി നിരീക്ഷിച്ചു. പ്രതികളെ ജാമ്യത്തിൽ വിട്ടാൽ ED ഉദ്യോഗസ്ഥരുടെ ജീവന് ഭീഷണിയാകുമെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം സെഷൻസ് കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷകൾ പലതവണ തള്ളിയിരുന്നു. എന്തായാലും അന്ന് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നേരെയുണ്ടായ ആക്രമണം, അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടി പോകാം. നല്ല പണി മൂന്ന് വണ്ടി ഹലോ